ഗായ്സ്, ഇന്നപ്പോൾ ഒരു ഞായറാഴ്ചയാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും അമ്പലത്തിലൊക്കെ പോകാനായിട്ട് പെർമിഷൻ ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഓർത്തൊന്ന് അമ്പലത്തിൽ പോയേക്കാന്ന്. ഞങ്ങൾ 4 പേരും നേരെ ഒരുങ്ങി ഇറങ്ങി. പിന്നെ നമ്മൾ വഴിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു ഓട്ടോയും വിളിച്ച് നമ്മളിനി നേരെ അമ്പലത്തിലേക്ക് പോവാണ്. ആ ഓട്ടോ ചേട്ടനായിരുന്ന നല്ല കമ്പനിയായിരുന്നു. നമ്മളിപ്പോൾ നേരെ പൊക്കോണ്ടിരിക്കുന്നത് അമരങ്കാവ് ശ്രീ വനദുർഗാദേവി ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ തൊടുപുഴയിൽ പഠിക്കാൻ വന്ന സമയം തൊട്ട് കുറേ റീൽസിലും വീഡിയോസിലും ഒക്കെ കാണുന്നതാണ് ഈ അമ്പലത്തെ പറ്റി. അപ്പോൾ എപ്പോഴേലും ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നാണ് അതൊന്നും നടന്നത്. അമ്പലത്തിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇതാ ഒരു പൈപ്പൊക്കെ ഉണ്ട് നമ്മൾ ശുദ്ധിയായിട്ട് അകത്തേക്ക് കയറാനായിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വനാന്തരീക്ഷം തന്നെയാണ്. വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഓർത്തത് നല്ല ദൂരം നടന്ന് വേണം കാവിൻ്റെ ഉള്ളിലേക്ക് എത്താനെന്നാണ്. പക്ഷേ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തും. അവിടെ ചെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിനും ശരീരത്തിനൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ ആയിരുന്നു. പിന്നെ വനത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഞാനൊന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ അവിടെ കുടികൊള്ളുന്നത് വനദുർഗാദേവിയാണ്. അപ്പോൾ നമ്മൾ പോയ ഓട്ടോ ചേട്ടൻ പറഞ്ഞായിരുന്നു എന്ത് ചോദിച്ചാലും അത്രയും ശക്തിയുള്ള ദേവിയാണ് അവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് വിട്ടത്. പിന്നെ തൊഴുതൊക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നൊരു ഡാൻസ് ഒക്കെ എടുത്തു. നിങ്ങൾക്ക് ഏത് പാട്ടാണെന്ന് മനസ്സിലാക്കി പറയണം. പിന്നെ ദേവീനെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇതിന് തൊട്ടടുത്തായിട്ട് കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടെന്ന്. എന്നാൽ പിന്നെ നമ്മൾ ഓർത്ത് അവിടെയും കൂടെ പോയിട്ട് വന്നേക്കാന്ന്. ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം ഒരൊറ്റ അമ്പലമായിരിക്കും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് 1 or 2 അമ്പലത്തിൽ പോകാനായിട്ടുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ ആ ദേവീനെ കണ്ടു നേരെ ഇനി കൃഷ്ണനെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് റോഡിന്റെ സൈഡിൽ ഒരു ചെറിയ തൊണ്ട് ഇങ്ങനെ ഒഴുകി കുഞ്ഞൊരു വെള്ളച്ചാട്ടം പോലെ പോകുന്നുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. അപ്പം അത് കണ്ടപ്പോഴും നമുക്കൊന്ന് കാല് കഴുകാൻ തോന്നി. നമ്മൾ നേരെ കാലൊക്കെ കഴുകി. അപ്പോഴാണ് ഗൈസ് അത് സംഭവിച്ചത്. അങ്ങയുടെ ചെരുപ്പ് ഒഴുകി തൊണ്ടിപ്പോയി. ക്രീം നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ വഴിയെ പോയൊരു അപ്പൂപ്പ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നു. പിന്നെ പുള്ളി ഓടിപ്പോയി ഒരു വടിയൊക്കെ ആയിട്ട് വന്നു. എന്നിട്ടും ഒരു രക്ഷയില്ലായിരുന്നു. ആ ചെരുപ്പ് അങ്ങോട്ട് മാറി കിടക്കുമായിരുന്നു. നമ്മളെല്ലാവരും വഴി സൈഡിൽ അന്തം വിട്ട് നിൽക്കണിട്ട് വഴിയെ പോയ ഒരു ചേട്ടൻ പിന്നെ വണ്ടി നിർത്തി ഇറങ്ങി എടുത്തു വന്നു. പുള്ളി വന്നില്ലായിരുന്നു എന്ത് ചെയ്തേനെന്ന് ഇപ്പോഴും ഒരു പിടിയില്ല. അങ്കിക്ക് എന്തോ ഭാഗ്യമുണ്ട്, ആ ചെരുപ്പങ്ങാനും ഒഴുകിപ്പോയിരുന്നില്ല. ഈ സൈഡിൽ ഒരു കട പോലും ഇല്ല ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട്. പിന്നെ ചെരുപ്പില്ലാണ്ട് വരേണ്ട വന്നേനെ. എല്ലാവരും നല്ല വിറ്റ് സംഭവമായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞ് കളിയായിക്കൊണ്ട് വരികയാണ്. എങ്ങാനും കുറച്ച് നേരം അവിടെ വന്നിരുന്നത് വലിയൊരു ആൾക്കൂട്ടായേനെ. കാരണം വഴിയെ പോകുന്നവരെല്ലാം നോക്കിക്കൊണ്ട് പോകുമായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ പ്രതീതിയാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്. വലിയൊരു അമ്പലം തന്നെയാണ്. അങ്ങനെ അവിടെയും തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് പയ്യെ വലയൊക്കെ വെച്ച് നമ്മൾ ഇന്ന് നേരെ പോകാനായിട്ട് തുടങ്ങുവാണ്. ഇത്രയും നേരമായിട്ട് മഴയൊന്നും പെയ്തില്ല. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയ മഴ ചാറ്റാനായിട്ട് തുടങ്ങിയത്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് മുന്നോട്ട് നടക്കണം നമുക്ക് ബസ്സൊക്കെ കിട്ടാനായിട്ട്. അങ്ങോട്ട് പോയപ്പോൾ വലിയ പിടിയില്ലായിരുന്നു വഴി. പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായി സ്ഥലം എവിടെയാണ്. പിന്നെ അവിടെ നമ്മൾ നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്നു. പിന്നെ നമ്മളൊരു കടയിലൊക്കെ കയറി. പിന്നെ ഇവിടെ നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ ഇനി കോളേജിലേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നൗഫിയുടെ ഒരു കൊറിയർ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതും വാങ്ങിച്ച് നമ്മൾ നേരെ റൂമിൽ പോയി. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്.